ഇംഗ്ലീഷാണ് പാഠ്യ വിഷയം. ഏറെയും സഖാവിനോട് ഒന്നേ പറയാനുള്ളൂ, മേലിൽ അലുവ വാങ്ങാൻ അണ്ണൻ കേരളം വിട്ട് പോകരുത്. ഏറെയും എന്ന വ്യക്തിയുടെ ഇംഗ്ലീഷ് ഭാഷയിലെ പരിമിതികളല്ല ഇവിടുത്തെ വിഷയം. ഇംഗ്ലീഷിൽ തന്നെ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കൾ സംസാരിക്കണമെന്നത് ഒരു നിർബന്ധവുമില്ല. കേരളത്തിലെങ്ങും അങ്ങനെ നിർബന്ധമില്ല. മലയാളത്തിൽ പറഞ്ഞാൽ മതി. പക്ഷേ അതിർത്തി കടന്ന് കർണാടകയിൽ ചെന്ന് ചാടിക്കൊടുത്താൽ അവിടെ നിന്നും മലയാളം കുറിച്ച് പറഞ്ഞിട്ട് എന്ത് കാര്യം? അവിടെ ഇംഗ്ലീഷ് തന്നെ എടുത്ത് പ്രയോഗിക്കണം. അവിടെയാണ് ഒരു രാഷ്ട്രീയ നേതാവിന് കാര്യമിരിക്കുന്നത്. ഇംഗ്ലീഷ് അറിയാമെങ്കിൽ അങ്ങോട്ട് പോകാം. ചാടിക്കയറി ഇതൊന്നും അറിയാതെ ഇങ്ങനെ അവിടെ ചെന്ന് ഇത്തരത്തിൽ നാടകന്റെ അവസ്ഥയെ ഉണ്ടാകില്ലായിരുന്നു. കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്നും ഇസ്ലാമിക് ഹിസ്റ്ററിൽ BA-യും MA-യും, ലോ അക്കാദമിയിൽ നിന്നും LLB, ജേർണലിസ്റ്റിൽ ഡിപ്ലോമ, കേരള TVയിൽ കുറച്ചു കാലം റിപ്പോർട്ടറായി വിലസുകയും ഇപ്പോൾ PhD ചെയ്ത ഒരു വ്യക്തിയുടെ ഇംഗ്ലീഷ് ഭാഷ ഇങ്ങനെയാണ് എന്നുള്ളതാണ് ഇവിടുത്തെ അടിസ്ഥാന പ്രശ്നം. കേരളത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ നടന്നേക്കാവുന്ന ഏറ്റവും വലിയ സ്കാം സഖാക്കളുടെ പേരിന്റെ അറ്റത്തുള്ള LLB തന്നെയാണ്. അതിനും അധിക സമയമെടുക്കില്ല. രാജ്യസഭ MPയും DYFI അഖിലേന്ത്യാ പ്രസിഡന്റുമാകുമ്പോൾ കേരളത്തിന് പുറത്തുള്ളവരുമായി നിരന്തരം ആശയ സംഭാഷണങ്ങളിൽ ഏർപ്പെടേണ്ടി വരുന്ന ഈ സഖാവിന്റെ ഇംഗ്ലീഷ് ഇതുപോലെ ദി ഗവൺമെന്റ് ഓഫ് കർണാടകയാണെങ്കിൽ കേരളത്തിന് പുറത്തുള്ളവരുമായി ആൾ യാതൊരു വിധത്തിലുമുള്ള ഇടപെടലേ നടത്തുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. അത് കർണാടകയിൽ TV9 കണ്ട ന്യൂസിൽ അവർ സംരക്ഷണം ചെയ്ത ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ ആ ഇംഗ്ലീഷ് പരിജ്ഞാനം വ്യക്തമാണ്. പരിജ്ഞാനമൊന്നും വേണ്ട, പക്ഷേ കേരളത്തിൽ നാണം കെടുക്കും. TV9 കണ്ട ന്യൂസിൽ മലയാളി MPയുടെ അഭിമുഖം കണ്ടുകൊണ്ടിരിക്കുന്ന കർണാടകക്കാരായവർക്ക് എന്ത് അഭിപ്രായമാകും മലയാളികളെ കുറിച്ചും അവരുടെ വിദ്യാഭ്യാസത്തെ കുറിച്ചും ഉണ്ടാകുക? കണ്ടിരുന്ന മുഴുവൻ മലയാളികളുടെയും തൊലി ഉരിഞ്ഞു കളഞ്ഞു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് റഹീം സഖാവിനോട് ഒന്നേ പറയാനുള്ളൂ, വെഞ്ഞാറമൂട്ടിലെ ചെങ്കൂരയൊക്കെ തന്നെയാണ്. പക്ഷേ മേലിൽ അലുവ വാങ്ങാൻ അണ്ണം കേരളം വിട്ട് പോകരുത്.